ഞാനിവിടെ 6 കൊല്ലമായി താമസിക്കാൻ 6 കൊല്ലമായി താമസിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 3 കമ്മിറ്റിയിൽ കമ്മിറ്റിയിലെ കഴിഞ്ഞ 3 കമ്മിറ്റി പ്രസിഡന്റായിരുന്നു, കമ്മിറ്റിയുടെ മെമ്പറായിരുന്നു. ഇവിടെ ഈ പ്രശ്നം തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. 2 ആഴ്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പനി ഛർദിയാണ് തുടങ്ങിയത്. പിന്നെ വാരാഴ്ച ഇത് തുടങ്ങിയത് ഓരോ കേസുകളായി, പിന്നെ അത് കൂടി. കഴിഞ്ഞ 4 ദിവസമായിട്ടാണ് വളരെ രൂക്ഷമായ സിറ്റുവേഷനിലേക്ക് എത്തിയത്. ഒരു ഫ്ളാറ്റിൽ തന്നെ 2-3 ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ, കുട്ടികൾ ഏറ്റവും കൂടുതൽ എഫക്ട്. 29/5 ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 29/5 ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഈക്വലി പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. വെള്ളം നോട്ട് ഗുഡ് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടോ നമ്മൾ അതോറിറ്റീസ് എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അതിനുശേഷം ഇത് രൂക്ഷമായിട്ട് കൂടുകയാണ്. ഇന്നലെ മാത്രം ഓരോ ബ്ലോക്കിൽ 35 അപ്പാർട്ട്മെന്റ് എഫക്റ്റഡ് ആണ്. ഇന്നലെ കണക്കെടുത്ത പ്രകാരം ഞാൻ ക്യൂ ബ്ലോക്കിലാണ്. ക്യൂ ബ്ലോക്കിൽ ഇന്നലെ 35 അപ്പാർട്ട്മെന്റിലെ ആൾക്കാർ എഫക്റ്റഡ് ആണ്. അത് കണക്ക് 300 അതിൽ കൂടുതലാണ്. സൺറൈസിലെ സൂപ്രണ്ടിന്റെ മെസ്സേജ് പ്രകാരം മിഞ്ഞാന്ന് 42 ആൾക്കാരാണ് മിഞ്ഞാന്ന് മാത്രം അവിടെ പോയിട്ടുള്ളത്. അഡ്മിറ്റ് ആയിട്ടുള്ള അധികം ആൾക്കാർ. അപ്പൊ ഇത് എങ്ങനെയാണ് വന്നത്? ടാങ്കർ വാട്ടറിൽ നിന്നാണോ വന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ കിണറിലെ വെള്ളത്തിൽ നിന്നാണോ, അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. അത് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല. ഇത് സിറ്റുവേഷൻ ഇത്തിരി ഒരു പാനിക്കല്ല. എല്ലാവരും ഓക്കെയാണ്, ഇവർക്ക് കൺട്രോൾ എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളതല്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. വയസ്സായിട്ടുള്ള ആൾക്കാർ ഒരു ഇവരൊക്കെ ഹോസ്പിറ്റലിൽ റിലാക്സ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലാണ്. കുട്ടികൾ ഇങ്ങനെ ക്യൂബ്ലോക്കിൽ വയസ്സായിട്ടുള്ള ആള് കൊണ്ടുപോകുന്നതിന്റെ ഇടയിലും അവിടെ തന്നെ ലിഫ്റ്റിലൊക്കെ ഛർദ്ദിക്കും, ലിഫ്റ്റിൽ പുറത്തൊക്കെ ഛർദ്ദിക്കും. ഇതൊക്കെ ഒരു എന്താ എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നലെ രാത്രി എന്റെ മൂത്ത മണക്ക് തുടങ്ങി, ഇന്ന് രാവിലെ ചെറിയ ആൾക്ക് തുടങ്ങി. ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കും. നമ്മളിപ്പോൾ ബോയിൽ ചെയ്ത വാട്ടറാണ് എല്ലാം കുടിക്കുന്നത് കഴിഞ്ഞ 3-4 ദിവസമായിട്ട്. എന്നിട്ട് പോലും ഇത് കണ്ടിന്യൂ ചെയ്യും. ഇത് രാവിലെ തുടങ്ങണമെങ്കിൽ ആരോഗ്യവകുപ്പ് ഇന്നലെയാണ് വന്നിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് ഇന്നലെ ഉച്ചയ്ക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്നലെ ഉച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞ പ്രകാരം എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ബോയിൽഡ് വാട്ടർ. ഒരുമാതിരി എല്ലാ അപ്പാർട്ട്മെന്റിലും 6 എല്ലാവരും അതാ യൂസ് ചെയ്യുന്നു. പക്ഷെ ബോയിൽഡ് വാട്ടറിൽ നിന്ന് ഇന്നലെയാണ് ആരോഗ്യവകുപ്പ് ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്. ഇപ്പോഴും ആരോഗ്യവകുപ്പ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുള്ളൂ. എന്താണ് റൂട്ട് കോസ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതിനനുസരിച്ചിട്ടുള്ളൊരു ഡയഗ്നോസ് ചെയ്തിട്ടുള്ളൊരു ട്രീറ്റ്മെന്റോ അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രിക്കോഷനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്കാണ് എല്ലാവരും വന്നിട്ടുള്ളത്. 29 അത് ഇതേമാതിരി ആൾക്കാർക്ക് സൂക്കട് റിപ്പോർട്ട് ചെയ്ത സമയത്താണ് 24 വെള്ളം കൊണ്ടുപോയി, 25 ടെസ്റ്റ് ചെയ്തു, 29 റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല. അല്ല, അത് ഒരു ഫോറത്തിലും ജനങ്ങളെ അറിയിച്ചിട്ടില്ല. പിന്നെ അതാ 29 കൊടുത്തതായിട്ട് റിപ്പോർട്ടുണ്ട്. അല്ല, അത് അവരതിനുള്ള ട്രൈ ചെയ്തു എന്നാണ് പറയുന്നത്. അവരതിനനുസരിച്ച് ട്രൈ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ സിറ്റുവേഷൻ അത് പറഞ്ഞിട്ടില്ല. ജനങ്ങളാരും റിപ്പോർട്ട് കണ്ടിട്ടില്ല. അവരതിന് റിപ്പോർട്ട് കിട്ടിയെന്ന് സമ്മതിക്കുന്നുണ്ട്. റിപ്പോർട്ടിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ അറിഞ്ഞില്ല. സിറ്റുവേഷൻ കണ്ടിന്യൂസ്. അല്ല, അവരതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവാം. അത് പരിഹരിച്ചിട്ടില്ല. സിറ്റുവേഷൻ ഇതേമാതിരി കണ്ടിന്യൂ ആണ്. പരിഹരിച്ചിട്ടില്ല. പക്ഷെ അത് ചെയ്തോ ചെയ്തില്ല എന്നുള്ളത് ചെയ്തോ എന്ന് പറയുന്നു. അത് ഫലപ്രദമായില്ല. എന്തായാലും എബോ 500 ഉണ്ട് കണക്ക് പ്രകാരം. ഇന്നത്തെ കണക്ക് നോക്കാൻ തന്നെ എബോ 500 ഉണ്ട്. ഓരോ അപ്പാർട്ട്മെന്റ് ഓരോ ബ്ലോക്കിലും 35-40 അപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും. അതിൽ കുട്ടികളുണ്ടാവും, പാരന്റ്സ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും.